ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ഒരു വ്ളോഗായിട്ടാണ്. ഞങ്ങൾ ട്രിപ്പ് പോയത് ഫെബ്രുവരിയിലാണ്, പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പഴനിയിൽ പോയി. വേദുവിൻ്റെ ആദ്യത്തെ മുട്ടയടിച്ചത് പഴനിയിലായിരുന്നു. പഴനിയിൽ നിന്ന് ഞങ്ങൾ പഴനി കൊടൈക്കനാൽ ഘാട്ട് റോഡാണ് എടുത്തത്. അതായിരുന്നു ഷോർട്ടസ്റ്റ് ആയിട്ട് കാണിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ ഘാട്ട് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വ്യൂസ് ആയിരുന്നു രണ്ട് സൈഡിലും. അപ്പോൾ നമ്മുടെ മൊട്ടക്കുട്ടൻ ഇതായിരിക്കുന്നു. വേദ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇങ്ങനെ വഴിയൊക്കെ നോക്കി അങ്ങിരിക്കുകയാണ്. വേദുവിന് കാറിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വലിയ പിണക്കമൊന്നുമില്ല, എല്ലാം നോക്കിയും കണ്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ ഇവിടെയാണ് കൊടൈക്കനാലിലോട്ട് നമ്മൾ പഴനിയിൽ നിന്ന് വന്നിട്ട് കൊടൈക്കനാലിലേക്ക് തിരിയുന്ന സ്ഥലം. അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താൽ ഡിണ്ടിഗൽ പോവും, ഇങ്ങോട്ട് കൊടൈക്കനാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഒരു വാട്ടർഫോൾസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തി അവിടെയെല്ലാം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ഒരു അമ്പലത്തിലേക്കാണ്. കൊടൈക്കനാലിലുള്ള കുറിഞ്ഞി ആണ്ടവ ടെമ്പിൾ. അവിടെ മുരുകൻ്റെ ഒരു അമ്പലമാണ്. മുരുകൻ്റെ അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ കണ്ടു. നല്ല രസമായിരുന്നു. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും തണുപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇത് റൂമിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തി. ഈ കാണുന്നതാണ്. ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നല്ല വ്യൂസ് ആയിരുന്നു. ഇതിപ്പോൾ വൈകിട്ടായതുകൊണ്ടാണ് കുറച്ച് മങ്ങിയിരിക്കുന്നത്. മഞ്ഞായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനായിട്ട് റിസപ്ഷനിലേക്ക് പോയി. നമ്മുടെ റൂമിൽ പോകുന്നത് ഈ മുകളിലേക്ക് പോകണം. മുകളിലാണ് റൂംസ് ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ റൂം. അമ്മയുടെ അച്ഛൻ്റെയും അപ്പുറത്തെ റൂമായിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. അപ്പോൾ നമുക്കൊന്ന് റൂം ടൂർ കാണാം. അത്യാവശ്യം വലിയ റൂമായിരുന്നു. നല്ല സ്പേഷ്യസ് റൂമായിരുന്നു. ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നല്ലൊരു ബാത്റൂം. എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്പേഷ്യസും ആയിരുന്നു. പിന്നെ ഒരു റൂം ഒരു ബെക്കർ മോഡൽ ടൈപ്പ് റൂമായിരുന്നു. നല്ലൊരു റൂമായിരുന്നു. നമ്മൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ റൂമിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ റൂമിലേക്ക് പോവാണ്. അങ്ങോട്ടാണ് ഓർഡർ ചെയ്തത്. നല്ല റിസോർട്ടായിരുന്നു. അപ്പം കൊടൈക്കനാലിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആണ് അമ്മയുടെ അച്ഛൻ്റെയും റൂം. അവരുടെയും അത്യാവശ്യം സ്പേഷ്യസ് റൂമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഞങ്ങൾ കൊടൈക്കനാൽ ഡേ 2 എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.